എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പോൾ. ഈ വീഡിയോ ഞാൻ എൻ്റെ കൊളീഗ്സിനും എൻ്റെ ജൂനിയറായിട്ടുള്ള ഡോക്ടേഴ്സിനെയും ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൃദ്രോഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നെഞ്ചുവേദന ആയിട്ട് വരുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നെഞ്ചുവേദന അസച്ച് ഒരു അലാമിങ് ഉണ്ടാക്കുന്ന ഒരു ചീഫ് കംപ്ലൈൻ്റാണ്. ഡോക്ടർമാർക്ക് അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ള കാര്യം പറയാതെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഫസ്റ്റ് MI എന്നാണ് എല്ലാവരും ഓർക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെല്ലാവരും പരിശീലിച്ച് വരുന്നത് ഇതാണ്. നെഞ്ചുവേദന = ECG, അല്ലെങ്കിൽ നെഞ്ചുവേദന = ECG = ട്രോപ്പോണിൻ. അതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷേ ഞാൻ പറയുന്നു, നമ്മളത് കുറച്ച് നമ്മൾ ഹിസ്റ്ററിക്കും നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷനും കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കണം. അത് ഇന്നത്തെ തലമുറയിൽ നമ്മളത് കാണാറില്ല. നെഞ്ചുവേദന എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പരിശോധിക്കുക പോലും ചെയ്യാതെ നേരെ ECGക്ക് വിളിക്കും. അത് നല്ലൊരു പ്രാക്ടീസല്ല. നെഞ്ചുവേദന വരുമ്പോൾ ആയിട്ട് പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കണം ആളുടെ പ്രായം, നെഞ്ചുവേദനയുടെ സ്വഭാവം, അത് കാർഡിയക്കാണോ നോൺ കാർഡിയക്കാണോ എന്ന് തിരിച്ചറിയണം നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചോദിക്കുന്നത്. നെഞ്ചുവേദന എപ്പോഴാണ് തുടങ്ങി, എത്ര നേരം നിന്നു, നെഞ്ചുവേദനയോട് അനുബന്ധിച്ച് എന്തെല്ലാം ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, ഇത് ആദ്യമായിട്ടാണോ വരുന്നത്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, ഭക്ഷണം കഴിക്കുമ്പോൾ വേദന കുറയുകയോ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, മറ്റുള്ള അസുഖങ്ങൾ, ശീലങ്ങൾ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതെല്ലാം ഒരു ഹിസ്റ്ററി എടുത്ത പേഷ്യൻറ്റിനെ കുറിച്ച് ഒരു ഡെമോഗ്രഫിക് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ECGക്ക് വിളിക്കാൻ പാടുള്ളൂ. നെഞ്ചുവേദന എന്ന് കേൾക്കുമ്പോഴേക്കും ഡയറക്റ്റ്ലി ECG വിളിക്കുന്ന പാറ്റേൺ നല്ലതല്ല. പിന്നെ ട്രോപ്പോണിൻ ടെസ്റ്റ് ഇന്ന് എല്ലാ ഹോസ്പിറ്റലുകളിലും വളരെ വിപുലമായിട്ട് അവൈലബിൾ ആണ്. ECGയോടൊപ്പം തന്നെ എല്ലാവരും ട്രോപ്പോണിനും വിടും. അപ്പോൾ ട്രോപ്പോണിൻ വിടുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ട്രോപ്പോണിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു പ്രോട്ടീനാണ്, അമിനോ ആസിഡാണ്. നമ്മളുടെ ഹാർട്ടിൻ്റെ കോശങ്ങളിൽ സ്പെസിഫിക് ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണത്. അപ്പോൾ MIയുടെ പ്രസൻസിൽ നമ്മുടെ ട്രോപ്പോണിൻ നമ്മുടെ രക്തത്തിൽ അതിൻ്റെ തോത് കൂടി വരാം. ട്രോപ്പോണിൻ പോസിറ്റീവ് ആണെന്ന് വെച്ചിട്ട് MI ആവണമെന്നില്ല. എല്ലാ MIകൾക്കും ട്രോപ്പോ പോസിറ്റീവ് ആവണമെന്നില്ല. അതെല്ലാവരും മനസ്സിലൊന്ന് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻഡെക്സ് പെയിൻ എന്ന് പറയുമ്പോൾ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് പെയിൻ എന്ന് പറയുന്നത്. കാർഡിയക് പെയിൻ ആണെന്ന് നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം ആ പെയിൻ സ്റ്റാർട്ട് ചെയ്ത സമയം, അതിനെയാണ് വാട്ട് വി കോൾ ഇൻഡെക്സ് പെയിൻ. ആ ഇൻഡെക്സ് പെയിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 4 to 6 hours ഉള്ളിലായിരിക്കണം നമ്മൾ ഫസ്റ്റ് ട്രോപ്പോണിൻ വിടേണ്ടത്. അപ്പോൾ അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ കൺക്ലൂഡ്, അല്ലെങ്കിൽ വി ക്യാൻ ടേപ്പർ അവർ ഡയഗ്നോസിസ് ടു MI. ഇനി ചില കേസുകളിൽ ട്രോപ്പോണിൻ ഫാൾസ് പോസിറ്റീവായിട്ട് വരാം. അതും എല്ലാവർക്കും അറിയാം. സെപ്സിസ് ഉള്ള കേസുകളിൽ, അല്ലെങ്കിൽ CKD, റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്, അങ്ങനെ പല കേസുകളിലും ട്രോപ്പോണിൻ ഫാൾസ് പോസിറ്റീവായിട്ട് വരാം. അപ്പം നമ്മൾ അതെങ്ങനെ വേർതിരിച്ചറിയും എന്നുള്ള ഒരു കാര്യം കൂടി ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ പറയുന്ന ട്രോപ്പോണിൻ വിടുന്നത്. പക്ഷേ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ട്രോപ്പോണിൻ വിടുമ്പോൾ ഒരു ട്രോപ്പോണിന് ഏകദേശം 1000 അടുത്ത് ചിലവ് വരും. അപ്പം അൺനെസസറി ആയിട്ട് ഏർലി ട്രോപ്പോണിൻ വിടുന്നതും നമ്മളെ ഡയഗ്നോസിന് സഹായിക്കില്ല. നമ്മളത് ട്രോപ്പോണിൻ നെഗറ്റീവാണ്, കാർഡിയക്കല്ല എന്ന് പറഞ്ഞ് വിടും. അപ്പോൾ അതും നല്ല പാറ്റേൺ അല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സീരിയലി ഒരു 3 ട്രോപ്പോണിനെങ്കിലും വിടണം. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അറ്റ് ദ ടൈം ഓഫ് അറൈവൽ അറ്റ് കാഷ്വാലിറ്റി നമ്മൾ പറയും 4 to 6 hours വെയിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ട്രോപ്പോണിൻ വിടുക, ഇന്ത്യൻ സെറ്റപ്പ് അനുസരിച്ച്. അത് കഴിഞ്ഞ് 6 hours കഴിഞ്ഞിട്ട് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുക, പിന്നെ 6 to 6 hours കഴിഞ്ഞിട്ട് അഗെയിൻ തേർഡ് ട്രോപ്പോണിൻ വിടുക. അപ്പോൾ ഇത് നോക്കി കഴിയുമ്പോൾ അത് ഇൻക്രീസിംഗ്ലി പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്കത് MI ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആദ്യത്തെ വാല്യൂ 100 ആണെങ്കിൽ സെക്കൻഡ് വാല്യൂ 500, തേർഡ് വാല്യൂ 5000, അങ്ങനെ പ്രോഗ്രസീവ്ലി ഇൻക്രീസ് ആവണമെങ്കിൽ മാത്രമേ നമുക്കത് MI ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ ഇൻ ദ പ്രസൻസ് ഓഫ് നോർമൽ ECG. അതാണ് ഞാൻ പറയുന്നത്. ECG സജസ്റ്റീവ് ആണെങ്കിൽ നമുക്ക് ട്രോപ്പോണിൻ നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ
ക്ലിനിക്കലി ചെസ്റ്റ് പെയിൻ കാർഡിയാക്കാണെന്ന് നമ്മൾ സ്ഥിരീകരിച്ചാൽ പിന്നെ ട്രോപ്പോണിനും ECGക്കും ഒന്നും റോളില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഇത് ചുമ്മാ ഒരു ഹൗസ് സർജൻ എന്നോട് പറഞ്ഞ് കേട്ടു ഞാൻ. അതായത് ഞാൻ അദ്ദേഹത്തിന് തന്നെ നെഞ്ചുവേദന വന്നപ്പോൾ ആദ്യം ആൻറ്റോപ്രസോളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് റിലീവ് ആവുന്നുണ്ട് ഞാൻ ചുമ്മാ ഒരു ട്രോപ്പോണിൻ വിട്ടു. അപ്പോൾ അത് പോസിറ്റീവായി. അപ്പോൾ വൺസ് അത് പോസിറ്റീവായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാർഡിയാക്കല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും. കാർഡിയോളജിസ്റ്റുമാരുടെ തലവേദന അതാണ്. അപ്പോൾ അങ്ങനെ ചുമ്മാ ഒരു വിടുന്ന ഒരു ടെസ്റ്റ് അല്ല ട്രോപ്പോണിൻ. അതെല്ലാവരും ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ട്രോപ്പോണിൻ വിടുന്ന പേഷ്യൻറ്റുകളെ എല്ലാം നമ്മൾ ഒബ്സർവേഷൻ സോണിൽ ഒബ്സർവ് ചെയ്യാൻ വെക്കണം. കാരണം വൈ വി ആർ സെൻഡിങ് ട്രോപ്പോണിൻ, ഹി ഓർ ഷീ ഹാസ് ദ ചാൻസ് ടു ഗെറ്റ് ആൻ MI. അത് നമ്മൾ സസ്പീഷനിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ട്രോപ്പോണിൻ വിടുന്നത്. ചില ഹോസ്പിറ്റലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ട്രോപ്പോണിൻ ഓക്കെ അവർ 6 hours കഴിഞ്ഞിട്ട് ട്രോപ്പോണിൻ വിടുന്ന ആ റൂൾ അവർ പാലിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ 6 hours അവർക്ക് ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പേഷ്യൻറ്റിനെ പറഞ്ഞു വിടും. അന്നേരം 6 hours കഴിഞ്ഞിട്ട് അഗെയിൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ട്രോപ്പോണിൻ ചെക്ക് ചെയ്യും. അതും നല്ല പ്രാക്ടീസ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ട്രോപ്പോണിൻ നമ്മൾ വളരെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ മാത്രം വിടുക, കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം ട്രോപ്പോണിൻ വിടുക. ചുമ്മാ വിടുന്ന ആ പാറ്റേൺ അത് പരമാവധി ഒഴിവാക്കുക. ഇത് നമ്മൾ ECG ട്രോപ്പോണിൻ എടുക്കുന്നതിനേക്കാൾക്കും മുമ്പ് തന്നെ വി ഷുഡ് ഹാവ് എ ഡയഗ്നോസിസ്. അത് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഹിസ്റ്ററി കളക്ഷനിലൂടെയും നമ്മൾ ഫിസിക്കൽ എക്സാമിൻ ചെയ്യുന്ന രീതിയിലൂടെയും ആൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ കൂടെയൊക്കെ നമുക്കത് മനസ്സിലാവും. ECG ട്രോപ്പോണിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ MIയുടെ പെയിൻ പോലെ മിമിക് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് ഇതും കൂടി പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്താം. അതായത് നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത ചെസ്റ്റ് പെയിനുകളിൽ ഒന്നാണ് പൾമണറി എംബോളിസം, പിന്നെ അയോട്ടിക് ഡൈസെഷൻ, പിന്നെ പാൻക്രിയാറ്റൈറ്റിസ്, ഗാസ്ട്രോകോസ്. അപ്പോൾ ഇതൊക്കെ MIയുടെ പെയിൻ പോലെ മിമിക് ചെയ്യുന്ന കണ്ടീഷൻസാണ്. അപ്പോൾ നമ്മളതും റെയർ ഡിസോർഡേഴ്സാണ് അയോട്ടിക് ഡൈസെഷനും ഈ പറഞ്ഞ പോലെ പൾമണറി എംബോളിസം ഒക്കെ. അപ്പോൾ ഇതൊക്കെ വരുന്നതിന് ഇതൊക്കെ നമുക്ക് ക്ലോസ് കിട്ടുന്നത് ഈ ഹിസ്റ്ററി കളക്ഷനിലൂടെയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ CKD പേഷ്യൻസ്, ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ അവർ പ്രൊസീജിയറിന് ഇടയ്ക്ക് ECGയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ശ്വാസം മുട്ടോ പൾമണറി എഡിമയോ ചെസ്റ്റ് പെയിനോ ഒക്കെ അവർക്ക് ഉണ്ടാവും. അത് വളരെ കോമണാണ്. അപ്പോഴേക്കും ചാടി കയറി എല്ലാവരും ട്രോപ്പോണിൻ വിടും. അപ്പോൾ ട്രോപ്പോണിൻ വാല്യൂ പോസിറ്റീവാണ്, ഓക്കെ കാർഡിയാക്ക് എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്യും. അതും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഉണ്ടാക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാ പേഷ്യൻറ്റുകളെയും ട്രോപ്പോണിൻ വാല്യൂ അല്ലെങ്കിൽ ECGയുടെ ബേസിൽ മാത്രം നമ്മൾ അവരെ MI അല്ലെങ്കിൽ കാർഡിയാക്കായിട്ട് ലേബൽ ചെയ്യാതെ വി ഷുഡ് ബി ജഡ്ജ്മെൻറ്റൽ ഇൻ ഡിസൈഡിങ് വാട്ട് ഈസ് ദ കോസ് ഫോർ ചെസ്റ്റ് പെയിൻ. ഒബ്വിയസ്ലി ദാറ്റ് ഈസ് അവർ ജോബ്. അല്ലാതെ നമുക്ക് ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ECG കണ്ടിട്ട് ഇന്നതാണെന്ന് പറയുന്നതിലല്ല കാര്യം. ക്ലിനിക്കൽ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് പേഷ്യൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. തൊട്ട് നോക്കണം. പൾസ് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഇത് റെഗുലർ പൾസാണോ ഇറഗുലർ പൾസാണോ എന്നൊക്കെ നമുക്കൊരു ക്ലൂ കിട്ടും. അപ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഇറഗുലറിലുള്ള പൾസാണെങ്കിൽ പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ ഡയഗ്നോസിസിലേക്ക് നമ്മുടെ മനസ്സിൽ ഓടി വരണം. ഒന്നില്ലെങ്കിൽ അത് AFib ആവാം, അല്ലെങ്കിൽ എക്ടോപിക്സ് ആവാം, ഏട്രിയൽ എക്ടോപിക്സ് ആവാം, വെൻട്രിക്കുലർ എക്ടോപിക്സ് ആവാം. അങ്ങനെ ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക് ആവാം, സെക്കൻഡ് ഡിഗ്രി, അങ്ങനെ പല കോസുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തൊട്ട് നോക്കുകയും ഹിസ്റ്ററി കളക്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ദയവ് ചെയ്ത് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ സെപ്റ്റിക് കേസുകൾ ഇതൊക്കെ ട്രോപ്പോണിൻ പോസിറ്റിവിറ്റി കാണിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ കാർഡിയാക്കായിട്ട് ലേബൽ ചെയ്യരുത്. താങ്ക് യു.